നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് സിദ്ധാർത്ഥ വർമ്മ. പണവും പ്രതാപവും അവന് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ആഡംബരത്തിന്റെ ഈ തിളക്കത്തിനിടയിലും സിദ്ധാർത്ഥിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവരൊക്കെ തന്റെ ബാങ്ക് ബാലൻസിനെയാണോ അതോ സിദ്ധാർത്ഥ് എന്ന മനുഷ്യനെയാണോ സ്നേഹിക്കുന്നത് എന്നൊരു സംശയം അവനെ എപ്പോഴും വേട്ടയാടി. തന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്നവൾ തന്നെ മനുഷ്യനായി കാണുന്ന ഒരാളാകണം എന്നവൻ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ ശേഖരൻ വർമ്മ തന്റെ പഴയ സുഹൃത്തായ മേനോന്റെ മകൾ മീരയുടെ ആലോചനയുമായി വരുന്നത്. മേനോന്റെ കുടുംബം തറവാടിത്തമുള്ളവരും സമ്പന്നരുമാണ്. മീര അതിസുന്ദരിയാണെന്നും അവരുടെ പദവിക്ക് യോജിച്ച പെണ്ണാണെന്നും അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥിന് ഒരു പരീക്ഷണം നടത്തണമായിരുന്നു. അച്ഛാ, എനിക്കൊരു കണ്ടീഷനുണ്ട്. ഈ കല്യാണത്തിന് മുമ്പ് എനിക്ക് അവരെ ഒന്ന് അടുത്തറിയണം. പക്ഷേ സിദ്ധാർത്ഥ വർമ്മയായിട്ടല്ല, അവരുടെ വീട്ടിലെ ഒരു സാധാരണ ജോലിക്കാരനായിട്ട്. അച്ഛന് ആദ്യമൊന്ന് നെട്ടിയെങ്കിലും മകന്റെ വാശിക്ക് മുന്നിൽ അച്ഛൻ വഴങ്ങി. അച്ഛൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ മേനോന്റെ വീട്ടിൽ ഒരു തോട്ടക്കാരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് തന്റെ നീക്കം ആരംഭിച്ചു. അവൻ തന്റെ വില കൂടിയ ബ്രാൻഡഡ് സ്യൂട്ടുകൾ അഴിച്ചുവെച്ചു. മുഷിഞ്ഞ ഒരു മുണ്ടും പഴയൊരു ഷർട്ടും ധരിച്ചു. കണ്ണട മാറ്റി മുഖത്ത് അല്പം നരയൊക്കെ വരുത്തി അവൻ രാഘവൻ എന്ന പേരിൽ ആ വലിയ ബംഗ്ലാവിന്റെ പടിക്കലെത്തി. കയ്യിൽ ഒരു പഴയ തുണിസഞ്ചിയും തൂക്കി ആ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ചെറിയൊരു പരിഭ്രമമുണ്ടായിരുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പടർന്നു പന്തലിച്ചു കിടക്കുന്ന വലിയൊരു തോട്ടമാണ് അവനെ വരവേറ്റത്. അവിടെ വിടർന്നു നിൽക്കുന്ന പൂക്കളേക്കാൾ മനോഹരമായ നിമിഷങ്ങളാണോ അതോ മുള്ളുകൾ നിറഞ്ഞ അനുഭവങ്ങളാണോ തന്നെ കാത്തിരിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു. ആരാടാ താൻ? അകത്തേക്ക് വരാൻ ആരോട് അനുവാദം ചോദിച്ചു? അധികാര സ്വരത്തിലുള്ള ആ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. വീടിന്റെ ഉമ്മറത്ത് ആഡംബരത്തോടെ നിൽക്കുകയാണ് മീര. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സൗന്ദര്യമുണ്ടെങ്കിലും അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഗർവ് നിഴലിച്ചു നിന്നിരുന്നു. ഞാൻ പുതിയ തോട്ടക്കാരനാണ്. ജോലിക്കാരെ വേണമെന്നറിഞ്ഞു വന്നതാണ്. സിദ്ധാർത്ഥ് വിനയത്തോടെ തലകുനിച്ചു പറഞ്ഞു. ഓ, തോട്ടക്കാരനോ? എന്റെ അച്ഛനെ ഇങ്ങനെയുള്ളവരെ എവിടെ നിന്നാണ് അവ പിടിച്ചു കൊണ്ടുവരുന്നത്? മീര പുച്ഛത്തോടെ അവനെ അടിമുടി നോക്കി. നോക്ക് രാഘവൻ, ഈ മുറ്റത്ത് ഒരിടത്ത് പോലും അഴുക്ക് കാണരുത്. പിന്നെ താൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം, ഇതിൽ വല്ലാത്തൊരു മണ്ണു മണക്കുന്നുണ്ട്. അകത്തേക്ക് വരാൻ നിൽക്കണ്ട, പുറത്ത് തന്നെ നിന്നാൽ മതി. അവളുടെ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ഒരു ആണിയായി തറച്ചു. പണത്തിന്റെ ഹുങ്കിൽ ഒരു മനുഷ്യനെ എത്രമാത്രം തരം താഴ്ത്താം എന്നതിന് ഉദാഹരണമായിരുന്നു മീര. അവൻ ഒന്നും മിണ്ടാതെ മുറ്റത്തെ പുല്ലുകൾ ചെത്താൻ തുടങ്ങി. കഠിനമായ വെയിലത്ത് പണിയെടുത്ത് ശീലമില്ലാത്ത സിദ്ധാർത്ഥിന് വേഗം തളർച്ച തോന്നി. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. അപ്പോഴാണ് ആ ബംഗ്ലാവിന്റെ വശത്തുള്ള വാതിൽ തുറന്ന് മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നത്. ലളിതമായ ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുഖത്ത് വശ്യമായ ഒരു പുഞ്ചിരി. അവൾ കാവ്യയായിരുന്നു, മീരയുടെ അനിയത്തി. ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കാവ്യ മീരയെ നോക്കി ചോദിച്ചു. എന്നിട്ട് രാഘവന്റെ അടുത്തേക്ക് നടന്നു. രാഘവേട്ടൻ ഇത് കണ്ട് പേടിക്കണ്ട. ചേച്ചിക്ക് ചിലപ്പോൾ ദേഷ്യം കൂടും. ഇവിടെ നല്ല വെയിലുണ്ട്. ദാ ഈ നാരങ്ങ വെള്ളം കുടിക്കൂ. അവൾ നീട്ടിയ ഗ്ലാസ് വാങ്ങുമ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ ഉടക്കി. ആ കണ്ണുകളിൽ കണ്ടത് സഹതാപമല്ല, മറിച്ച് കരുതലും സ്നേഹവുമായിരുന്നു. നന്ദി മോളെ, സിദ്ധാർത്ഥ് വിതുമ്പലോടെ പറഞ്ഞു. സാരമില്ല രാഘവേട്ട, മനുഷ്യനല്ലേ, ദാഹിക്കില്ലേ. ജോലി പതുക്കെ ചെയ്താൽ മതി. ഈ ചെടികളൊക്കെ നമ്മളെപ്പോലെ ജീവനുള്ളവയാണ്. അവരെ സ്നേഹിച്ചാൽ മാത്രം മതി. അവർ നമുക്ക് നല്ല പൂക്കൾ തരും. കാവ്യയുടെ ആ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ ഹൃദയത്തിൽ തൊട്ടു. അഹങ്കാരത്തിന്റെ ഈ വലിയ കോട്ടക്കുള്ളിൽ ഇത്രയും മനോഹരമായൊരു മനസ്സുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ നാരങ്ങവെള്ളം കുടിച്ച് വീണ്ടും ജോലിയിൽ മുഴുകി. ദിവസങ്ങൾ കടന്നുപോയി. മീരയുടെ അധിക്ഷേപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ മനഃപൂർവ്വം സിദ്ധാർത്ഥ് നനച്ചുകൊണ്ടിരുന്ന പൈപ്പ് മീരയുടെ കാലിലേക്ക് തിരിച്ചു. അവളുടെ വില കൂടിയ ചെരുപ്പിൽ അല്പം ചെളി പുരണ്ടു. നീ എന്താടാ കാണിച്ചത്? എന്റെ ഈ ചെരുപ്പിന്റെ വില നിന്റെ ആയുസ് മുഴുവൻ പണിയെടുത്താലും കിട്ടില്ല, അവൾ അലറി. രാഘവന്റെ കരണത്തടിക്കാൻ അവൾ കൈ ഓങ്ങി. പെട്ടെന്ന് അവിടെ എത്തിയ കാവ്യ അവളുടെ കൈ തടഞ്ഞു. ചേച്ചി നിർത്തൂ, അതൊരു അബദ്ധം പറ്റിയതല്ലേ. ഒരു ജോലിക്കാരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നീ ഇവനെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവൻ വെറും ഒരു തോട്ടക്കാരനാണ് കാവ്യ, അത് മറക്കണ്ട. മീര ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. കാവ്യ സങ്കടത്തോടെ രാഘവനെ നോക്കി. രാഘവേട്ട, ചേച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടായിരുന്നു. താൻ തിരഞ്ഞ മനസ്സ് ഇതാണെന്ന് അവൻ ഉറപ്പിക്കുകയായിരുന്നു.
രാഘവൻ എന്ന പേരിൽ ആ വലിയ ബംഗ്ലാവിന്റെ തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളായിരുന്നു അവിടെ. AC മുറികളിലും ആഡംബര കാറുകളിലും കഴിഞ്ഞിരുന്ന അവനിപ്പോൾ ഉച്ചവെയിലിൽ മണ്ണിൽ കിളക്കുകയാണ്. പക്ഷേ ശരീരത്തിന്റെ തളർച്ചയേക്കാൾ മീരയുടെ വാക്കുകൾ അവനെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ തോട്ടത്തിലെ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാഘവൻ. തലേന്ന് പെയ്ത മഴയിൽ മുറ്റമാകെ നനഞ്ഞു കിടക്കുകയായിരുന്നു. മീര തന്റെ ഐഫോണിൽ ആരോടോ തർക്കിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അവൾ പുതിയൊരു ഡിസൈനർ സാരിയാണ് ധരിച്ചിരുന്നത്. അവളുടെ ഓരോ ചുവടിലും അഹങ്കാരം നിഴലിച്ചിരുന്നു. രാഘവൻ, ഇവിടെ വാടാ, മീര അധികാരത്തോടെ വിളിച്ചു. സിദ്ധാർത്ഥ് കയ്യിലെ മണ്ണ് തുടച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ? മോളെ എന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട, മേഡം എന്ന് വിളിച്ചാൽ മതി. ഇവിടെ ഈ പോർച്ചിൽ ചെളി കിടക്കുന്നത് കാണുന്നില്ലേ? എന്റെ പുതിയ കാർ ഇന്ന് വരാനുള്ളതാണ്. ഈ ചെളിയെല്ലാം കൈകൊണ്ട് മാറ്റി അവിടെ വൃത്തിയാക്ക്. ഈ തറയിൽ എന്റെ മുഖം കാണണം, അത്രക്ക് വൃത്തിയാകണം. മാഡം, ഇത് കൈകൊണ്ട് മാറ്റാൻ പറ്റില്ല, വെള്ളമൊഴിച്ച് കഴുകിക്കളയാം, സിദ്ധാർത്ഥ് ശാന്തനായി പറഞ്ഞു. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. നിന്നെ പോലെയുള്ളവർക്ക് ഈ മണ്ണിലും ചെളിയിലും കിടക്കാനാണ് വിധി. അവൾ പുച്ഛത്തോടെ തിരിഞ്ഞു നടന്നു. സിദ്ധാർത്ഥ് മുട്ടുകുത്തിയിരുന്ന് ആ ചെളി മാറ്റാൻ തുടങ്ങി. അവന്റെ വിരലുകൾക്കിടയിലൂടെ മണ്ണ് അരിച്ചു കയറി. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന താൻ ഇന്ന് ഇവിടെ ഒരു പെൺകുട്ടിയുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. പക്ഷേ അവൻ ദേഷ്യപ്പെട്ടില്ല. അവന് മീരയുടെ സ്വഭാവത്തിന്റെ ആഴം അളക്കണമായിരുന്നു. പകൽ സമയം കഴിഞ്ഞു. ഉച്ചക്ക് നല്ല ചൂടായിരുന്നു. സിദ്ധാർത്ഥ് വിശപ്പും ദാഹവും കൊണ്ട് ഒരു മരച്ചുവട്ടിൽ തളർന്നിരുന്നു. തന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ 10 പേർ അവന് ചുറ്റും ഭക്ഷണം വിളമ്പാൻ ഉണ്ടായേനെ. ഇവിടെ ആരും അവനെ ഗൗനിച്ചില്ല. പെട്ടെന്നാണ് തന്റെ മുന്നിൽ ഒരു തണൽ വീണത് സിദ്ധാർത്ഥ് അറിഞ്ഞത്. അവൻ നോക്കിയപ്പോൾ കയ്യിൽ ഒരു പൊതിച്ചോറും ഒരു കുപ്പി മോരും വെള്ളവുമായി കാവ്യ നിൽക്കുന്നു. രാഘവേട്ടാ, ഇത് കഴിക്കൂ, വിശക്കുന്നുണ്ടാകുമല്ലോ. കാവ്യ അത് അവന് നേരെ നീട്ടി. സിദ്ധാർത്ഥ് മടിച്ചു നിന്നു. വേണ്ട മോളെ, എനിക്ക് കുഴപ്പമില്ല. എന്തിനാ ഏട്ടാ കള്ളം പറയുന്നത്? ഏട്ടന്റെ മുഖം കണ്ടാലറിയാം തളർന്നിട്ടുണ്ടെന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ചേച്ചി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കേണ്ട. പണ്ടും ചേച്ചി ഇങ്ങനെയാണ്. പണം കൂടുമ്പോൾ ചിലർക്ക് മനുഷ്യത്വം കുറയും. കാവ്യ നിലത്തിരുന്ന് ആ ചോറ് പൊതി അഴിച്ചു. അവൾ നീട്ടിയ ഭക്ഷണം സിദ്ധാർത്ഥ് വാങ്ങി. തന്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും രുചിയുള്ള ഭക്ഷണം അതായിരുന്നു എന്ന് അവന് തോന്നി. ആ ചോറിൽ കാവ്യയുടെ സ്നേഹവും കരുണയും കലർന്നിരുന്നു. മോൾ എന്തിനാ ഈ തോട്ടക്കാരനോട് ഇത്രക്കും സ്നേഹം കാണിക്കുന്നത്? സിദ്ധാർത്ഥ് പതുക്കെ ചോദിച്ചു. കാവ്യ ഒന്ന് പുഞ്ചിരിച്ചു. തോട്ടക്കാരനായാലും കോടീശ്വരനായാലും എല്ലാവരിലുമുള്ളത് ഒരു ചോരയല്ലേ ഏട്ടാ? അധ്വാനിക്കുന്നവനോടാണ് കൂടുതൽ കരുണ കാട്ടേണ്ടത്. ഈ ചെടികൾ പൂക്കുന്നത് ഏട്ടന്റെ വിയർപ്പ് വീഴുമ്പോഴാണ്. അതിന് ഞാൻ നന്ദി പറയണ്ടേ? കാവ്യയുടെ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥിന്റെ കണ്ണു നിറഞ്ഞു. ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും വലിയ ആസ്തി കാവ്യയുടെ ഈ മനസ്സു തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവർ തമ്മിൽ ചെടികളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും സംസാരിച്ചു. കാവ്യക്ക് ഓർക്കിഡുകൾ വലിയ ഇഷ്ടമാണെന്ന് അവൻ അറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. സിദ്ധാർത്ഥ് മായയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അവൻ തന്റെ അച്ഛനെ രഹസ്യമായി വിളിച്ചു. അച്ഛാ, ഞാൻ എന്റെ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. എങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് വ്യക്തമാകാനുണ്ട്. അതിനിടയിൽ മീരയുടെ ഒരു വലിയ പാർട്ടി വീട്ടിൽ നടന്നു. നഗരത്തിലെ സമ്പന്നരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് വർമ്മ എന്ന കോടീശ്വരനുമായുള്ള വിവാഹത്തെക്കുറിച്ച് അവൾ എല്ലാവരോടും വീമ്പളക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വർമ്മയെ കല്യാണം കഴിച്ചാൽ പിന്നെ ഞാൻ ഈ നാട്ടിലുണ്ടാവില്ല. ലണ്ടനിലോ ദുബായിലോ പോയി സെറ്റിലാക്കും. പിന്നെ ഈ അച്ഛന്റെയും അനിയത്തിയുടെയും ശല്യം എനിക്കുണ്ടാവില്ല. അവരെയൊക്കെ വല്ല വൃദ്ധസദനത്തിലോ മറ്റോ ആക്കും. മീര കൂട്ടുകാരികളോട് പറയുന്നത് രാഘവൻ കേട്ടു. സ്വന്തം കുടുംബത്തെ പോലും സ്നേഹിക്കാത്ത മീരക്ക് പണം മാത്രമാണ് വലുതെന്ന് സിദ്ധാർത്ഥ് ഉറപ്പിച്ചു. പാർട്ടിക്കിടയിൽ മീരയുടെ ഒരു അതിഥി സിദ്ധാർത്ഥിന്റെ ദേഹത്ത് തട്ടി വീഴാൻ പോയി. മീര ഓടി വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അധിക്ഷേപിച്ചു. നീ എന്തിനാടാ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്നത്? വല്ല മൃഗശാലയിലും പോയി പണിയെടുത്തുകൂടെ? അവൾ അവന്റെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു. ഗ്ലാസ് പൊട്ടി സിദ്ധാർത്ഥിന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായി. രക്തം വരുന്നത് കണ്ടിട്ടും മീര തിരിഞ്ഞു നോക്കിയില്ല. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ കാവ്യ ഓടി വന്നു. അവൾ മരുന്നും തുണിയുമായി സിദ്ധാർത്ഥിന്റെ മുറിയിലെത്തി. ആ ചെറിയ മുറിയിലിരുന്ന് അവൾ അവന്റെ മുറിവ് വെച്ചു കെട്ടി. ക്ഷമിക്കണം ഏട്ടാ, എനിക്ക് വേണ്ടി. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്തിനാ മോളെ കരയുന്നത്? മുറിവ് എനിക്കല്ലേ? സിദ്ധാർത്ഥ് അവളുടെ കണ്ണുനീർ തുടക്കാൻ കൈ ഓങ്ങിയെങ്കിലും പെട്ടെന്ന് പിൻവലിച്ചു. താൻ ഒരു തോട്ടക്കാരനാണെന്ന സത്യം അവൻ ഓർത്തു. ഏട്ടന്റെ വേദന എന്റേതു കൂടിയാണ്. ഈ വീട്ടിൽ ചേച്ചിക്ക് പണമാണ് വലുത്, പക്ഷേ എനിക്ക് സ്നേഹമാണ് വലുത്. കാവ്യ ആ മുറിയിൽ നിന്നും പോയപ്പോൾ സിദ്ധാർത്ഥ് തന്റെ മുറിവിലേക്ക് നോക്കി.
ഈ മുറിവ് അവന് നൽകിയത് ഒരു വലിയ തിരിച്ചറിവാണ്. സ്നേഹമില്ലാത്ത കൊട്ടാരത്തേക്കാൾ നല്ലത് കരുണയുള്ള ഒരു കുടിലാണെന്ന് അവൻ മനസ്സിലാക്കി. അടുത്ത ബുധനാഴ്ചയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പെണ്ണ് കാണാൻ വരുന്നത്. അന്ന് മീരയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി നൽകാൻ അവൻ തീരുമാനിച്ചു. തന്റെ ഡ്രൈവറെ വിളിച്ച് അവൻ ചില രഹസ്യ നിർദ്ദേശങ്ങൾ നൽകി. രാഘവൻ എന്ന തോട്ടക്കാരൻ ഉടൻ മടങ്ങും. സിദ്ധാർത്ഥ് വർമ്മ എന്ന കോടീശ്വരൻ ഉടൻ വരും. പക്ഷേ ആ വരവിൽ ഒരു വലിയ സത്യം വെളിപ്പെടാനുണ്ട്. കാവ്യയോടുള്ള തന്റെ ഇഷ്ടം വെറും ഒരു സഹതാപമല്ലെന്നും അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട സ്നേഹമാണെന്നും അവൻ ഉറപ്പിച്ചു. പക്ഷേ കാവ്യ തന്നെ ഒരു തോട്ടക്കാരനായിട്ടാണ് സ്നേഹിക്കുന്നത്. താൻ ഒരു കോടീശ്വരനാണെന്നറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും? ബംഗ്ലാവിലെ തോട്ടത്തിൽ രാഘവൻ എന്ന പേരിൽ സിദ്ധാർത്ഥ് ജോലി തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. കാവ്യയും രാഘവനും തമ്മിലുള്ള ആത്മബന്ധം ആ വീട്ടിലെ ചെടികൾക്കിടയിൽ പതുക്കെ വളരുകയായിരുന്നു. വെറും ഒരു തോട്ടക്കാരനും മുതലാളിയുടെ മകളും എന്നതിലുപരി ഒരേ ചിന്താഗതിയിലുള്ള രണ്ട് മനുഷ്യർ എന്ന നിലയിൽ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ സൗഹൃദം മീരയുടെ കണ്ണുകളിൽ കരടായി മാറി. തന്റെ അനിയത്തി ഒരു സാധാരണ തോട്ടക്കാരനോട് ചിരിച്ചു സംസാരിക്കുന്നതും അവന് ഭക്ഷണം വിളമ്പുന്നതും മീരയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പണവും പദവിയും മാത്രം ജീവിത ലക്ഷ്യമായി കാണുന്ന അവൾക്ക് കാവ്യയുടെ ഈ പ്രവൃത്തികൾ കുടുംബത്തിന്റെ അന്തസ്സിന് കളങ്കമായി തോന്നി. ഒരു ശനിയാഴ്ച ഉച്ച സമയം മീര തന്റെ സുഹൃത്തുക്കളുമായി ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. തോട്ടത്തിൽ കാവ്യ രാഘവനെ ഒരു പുതിയ ഓർക്കിഡ് തൈ നടാൻ സഹായിക്കുന്നത് മീരയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാവ്യ, ഇങ്ങോട്ട് വന്നേ. മീരയുടെ ശബ്ദത്തിൽ അധികാരം ഇരമ്പുന്നുണ്ടായിരുന്നു. കാവ്യ ഓടിച്ചെന്നു. എന്താ ചേച്ചി? നീ എന്തിനാണ് അവന്റെ കൂടെ എപ്പോഴും കൂടുന്നത്? അവൻ വെറും ഒരു കൂലിപ്പണിക്കാരനാണ്. നീ ഒരു വലിയ തറവാട്ടിലെ പെണ്ണാണെന്ന ബോധം നിനക്കുണ്ടോ? ഇനി മേലാൽ അവനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടുപോവരുത്. മീര വിരൽ ചൂണ്ടി താക്കീത് നൽകി. ചേച്ചി, അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്. നമ്മളെ സഹായിക്കാൻ വന്നതല്ലേ. അതിൽ എന്താണ് തെറ്റ്? കാവ്യ ധൈര്യത്തോടെ ചോദിച്ചു. തെറ്റുണ്ട്. നിന്നെ പോലെയുള്ളവർ അവനെ പോലെയുള്ളവർക്ക് ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. മീര ദേഷ്യത്തോടെ രാഘവന്റെ അടുത്തേക്ക് നടന്നു. അന്ന് മീരയുടെ പക്കൽ വിദേശത്ത് നിന്നും കൊണ്ടുവന്ന അതിവിശിഷ്ടമായ ഒരു റോസാ ചെടി ഉണ്ടായിരുന്നു. അതിന്റെ പൂക്കൾ വിടരാൻ അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മീരക്ക് ആ ചെടിയോട് സ്നേഹമല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തു മാത്രമായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മീര ഒരു കൊടും ചതി പ്ലാൻ ചെയ്തു. അവൾ പതുക്കെ തോട്ടത്തിലിറങ്ങി. തന്റെ ആ പ്രിയപ്പെട്ട റോസാ ചെടിയുടെ താഴ്വേര് അവൾ രഹസ്യമായി മുറിച്ചു മാറ്റി. എന്നിട്ട് ആ ചെടി തോട്ടക്കാരന്റെ മുറിയുടെ അരികിലേക്ക് വലിച്ചെറിഞ്ഞു. രാഘവനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഇതിലും നല്ലൊരു വഴി മീരക്ക് തോന്നിയില്ല. പിറ്റേന്ന് രാവിലെ ബഹളം കേട്ടാണ് സിദ്ധാർത്ഥ് ഉണർന്നത്. മീര ഉച്ചത്തിൽ കരയുകയും രാഘവനെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. എല്ലാവരും തോട്ടത്തിൽ ഒത്തുകൂടി. അച്ഛാ, അതാ നോക്ക്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ ചെടിയാണെന്നറിയാമോ? ഇവൻ ഇത് മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. ഇവന്റെ മുറിയുടെ അടുത്താണ് ഇത് കിടക്കുന്നത്. മീര രാഘവനെ നോക്കി അലറി. അച്ഛൻ മേനോൻ രാഘവനെ രൂക്ഷമായി നോക്കി. രാഘവൻ, താൻ എന്തിനാ ഇത് ചെയ്തത്? തന്റെ ജോലിയല്ലേ ഇത് നോക്കുക എന്നത്? സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല. അവൻ ആ ചെടിയിലേക്ക് നോക്കി. അതിന്റെ വേരുകൾ മൂർച്ചയുള്ള എന്തോ കൊണ്ട് മുറിച്ചതാണെന്ന് അവന് മനസ്സിലായി. മീരയുടെ കണ്ണുകളിലെ വിജയച്ചിരി അവൻ കണ്ടു. ഞാൻ ഇത് ചെയ്തിട്ടില്ല സർ, ആരോ മനഃപൂർവ്വം ചെയ്തതാണ്, സിദ്ധാർത്ഥ് ശാന്തനായി പറഞ്ഞു. കള്ളം പറയുന്നോടാ. മീര ഓടി വന്ന് സിദ്ധാർത്ഥിന്റെ കരണത്തടിക്കാൻ കയ്യോങ്ങി. പെട്ടെന്ന് കാവ്യ ഇടയിൽ കയറി നിന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. നിർത്തു ചേച്ചി, രാഘവേട്ടൻ ഇത് ചെയ്യില്ല. ചെടികളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് മറ്റാരോ ചെയ്തതാണ്. നീ ഇവനെ എന്തിനാ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? നിനക്ക് ഇവനോട് എന്താ ഇത്ര താല്പര്യം? മീര കാവ്യയുടെ തോളിൽ പിടിച്ചു കുലുക്കി. എനിക്ക് ന്യായത്തോടാണ് താല്പര്യം. രാത്രി 12 മണിക്ക് ചേച്ചി തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഒരു കത്രികയും ഉണ്ടായിരുന്നു. കാവ്യയുടെ ആ വെളിപ്പെടുത്തൽ കേട്ട് മീര വിളറിപ്പോയി. ബംഗ്ലാവിലാകെ നിശബ്ദത പടർന്നു. മീര വിക്കി വിക്കി പറഞ്ഞു. അത് ഞാൻ വല്ല പുഴവുമുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. മേനോൻ കാര്യം മനസ്സിലാക്കി. മീരയെ അദ്ദേഹം രൂക്ഷമായി നോക്കി. മീര, മതിയാക്ക്. നിന്റെ അസൂയ ഒരു പാവം ജോലിക്കാരന്റെ മേൽ തീർക്കരുത്. രാഘവൻ ജോലി തുടരട്ടെ. മീര അപമാനിതയായി അകത്തേക്ക് ഓടിപ്പോയി. കാവ്യ സങ്കടത്തോടെ സിദ്ധാർത്ഥിന്റെ അരികിലെത്തി. ക്ഷമിക്കണം, ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സിദ്ധാർത്ഥ് കാവ്യയെ നോക്കി. അവന്റെ മനസ്സിൽ കാവ്യയോടുള്ള ബഹുമാനം ഇരട്ടിച്ചു. സത്യത്തിനു വേണ്ടി സ്വന്തം ചേച്ചിക്കെതിരെ നിൽക്കാൻ കാണിച്ച ആ ധൈര്യം അവനെ അത്ഭുതപ്പെടുത്തി. സാരമില്ല മോളെ, സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. മോൾ എനിക്ക് നൽകിയ ഈ പിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അന്ന് രാത്രി സിദ്ധാർത്ഥ് തന്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ,
പരീക്ഷണം അവസാനിച്ചിരിക്കുന്നു. മീരയുടെ അഹങ്കാരം ഒരു ചതിയായി മാറിയിരിക്കുന്നു. അതേസമയം കാവ്യ എന്ന പെൺകുട്ടി ഈ ലോകത്തെ ഏറ്റവും വലിയ നിധിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അടുത്ത ബുധനാഴ്ച നമ്മൾ ഇവിടെ വരുന്നു. പക്ഷേ ഒരു ചെറിയ സർപ്രൈസ് കൂടി എനിക്ക് നൽകാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മീര രാഘവനോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അവൾ തന്റെ മുറിയിൽ അടച്ചിരുന്നു. അതേസമയം കാവ്യയും രാഘവനും ചേർന്ന് തോട്ടത്തിലെ എല്ലാ പൂക്കളും വിരിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവർ ഓരോ ചെടിയെയും സ്നേഹത്തോടെ പരിചരിച്ചു. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് കാവ്യയോട് ചോദിച്ചു, മോളെ, ഒരു തോട്ടക്കാരനായ എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചാൽ നാളെ ലോകം നിന്നെ പരിഹസിക്കില്ലേ? കാവ്യ ഒന്ന് പുഞ്ചിരിച്ചു. ലോകം എപ്പോഴും എന്തെങ്കിലും പറയും. പണക്കാരനെ കണ്ട് വണങ്ങുന്നതല്ല, നല്ല മനസ്സിനെ കണ്ട് ബഹുമാനിക്കുന്നതാണ് എൻ്റെ രീതി. രാഘവേട്ടൻ വെറുമൊരു തോട്ടക്കാരനല്ല, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ആ നിമിഷം സിദ്ധാർത്ഥിനെ തന്റെ വേഷമഴിച്ചു വെച്ച് അവളോട് സത്യം വിളിച്ചു പറയാൻ തോന്നി. പക്ഷേ അവൻ കാത്തുനിന്നു. മീരയുടെ അഹങ്കാരത്തിന് ഒരു വലിയ തിരിച്ചടി നൽകേണ്ടതുണ്ട്. ബുധനാഴ്ച രാവിലെ വീട്ടിലാകെ തിരക്കായിരുന്നു. സിദ്ധാർത്ഥ് വർമ്മ എന്ന കോടീശ്വരൻ പെണ്ണ് കാണാൻ വരുന്നു. മീര വില കൂടിയ ആഭരണങ്ങളും സാരിയും അണിഞ്ഞ് അതിസുന്ദരിയായി ഒരുങ്ങി. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം മന്ത്രിച്ചു, ഇന്ന് ഞാൻ ജയിക്കും. ഈ സിദ്ധാർത്ഥിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ തോട്ടക്കാരനെയും കാവ്യയെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്നാൽ സിദ്ധാർത്ഥ് തന്റെ തോട്ടക്കാരൻ വേഷം അവസാനമായി ഒന്ന് നോക്കി. അവൻ ആ ബംഗ്ലാവിന്റെ പടിയിറങ്ങി. അവൻ തന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു. രാഘവൻ എന്ന തോട്ടക്കാരൻ പോയി കഴിഞ്ഞു എന്ന് കാവ്യ അറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവൾ കണ്ണീരോടെ തോട്ടത്തിലേക്ക് നോക്കി നിന്നു. മേനോന്റെ ബംഗ്ലാവിലാകെ ഉത്സവ പ്രതീതിയായിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ അനന്തരാവകാശി സിദ്ധാർത്ഥ് വർമ്മ തന്റെ മകൾ മീരയെ പെണ്ണു കാണാൻ വരുന്നു എന്ന വാർത്ത മേനോനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമായിരുന്നു. വീടാകെ പൂക്കൾ കൊണ്ടും വിളക്കുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. മീര തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ വക്കീലാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. കാവ്യ, ആ ഡ്രസ്സൊന്ന് നേരെയിട്. ഇന്ന് വരുന്നത് ആരാണെന്ന് നിനക്കറിയാമല്ലോ, സിദ്ധാർത്ഥ് വർമ്മ. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ. നീ നിന്റെ ആ തോട്ടക്കാരന്റെ കൂടെ നടന്നു നശിപ്പിച്ച ആ അന്തസ് ഇന്ന് ഞാൻ വീണ്ടെടുക്കാൻ പോവുകയാണ്. മീര തന്റെ ആഭരണങ്ങൾ ശരിയാക്കിക്കൊണ്ട് കാവ്യയെ പരിഹസിച്ചു. കാവ്യ ഒന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സ് ആ തോട്ടത്തിലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ രാഘവേട്ടനെ അവിടെ കണ്ടിട്ടില്ല. ആരോടും പറയാതെ അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? ആ പാവം മനുഷ്യനെ ചേച്ചി അത്രയധികം അപമാനിച്ചിരുന്നു. അദ്ദേഹം പിണങ്ങിപ്പോയിട്ടുണ്ടാകുമോ? കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധാർത്ഥ് വർമ്മയേക്കാൾ കാവ്യയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് വിനയമുള്ള ആ തോട്ടക്കാരനായിരുന്നു. കൃത്യം 5 മണിക്ക് ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിൽ ആഡംബര കാറുകളുടെ ഒരു നിര തന്നെ വന്നു നിന്നു. വലിയൊരു സെഡാൻ കാറിൽ നിന്നും വെളുത്തി സ്യൂട്ട് ധരിച്ച ഒരു വൃദ്ധൻ ഇറങ്ങി. അത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ശേഖരൻ വർമ്മയായിരുന്നു. മേനോൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വരൂ ശേഖരൻ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മേനോൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്റെ മകൻ തൊട്ടുപിന്നാലെ തന്നെയുണ്ട്. അവൻ മറ്റൊരു കാറിലാണ് വരുന്നത്, ശേഖരൻ വർമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. അല്പസമയത്തിനകം തിളങ്ങുന്ന മറ്റൊരു കാർ പോർച്ചിൽ വന്നു നിന്നു. മീര ശ്വാസമടക്കി പിടിച്ച് ഉമ്മറത്ത് നിന്നു. കാറിന്റെ ഡോർ തുറന്ന് ഒരു യുവാവ് പുറത്തിറങ്ങി. കറുത്ത സ്യൂട്ടും വില കൂടിയ വാച്ചും കണ്ണടയും ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നു വരുന്ന ആ യുവാവിനെ കണ്ടതും മീരയുടെയും മേനോന്റെയും കണ്ണുകൾ വിടർന്നു. പക്ഷേ അവൻ അടുത്തേക്ക് വരുംതോറും മീരയുടെ മുഖത്തെ ആ ആവേശം പതുക്കെ ഭയത്തിന് വഴിമാറാൻ തുടങ്ങി. ആ നടത്തം, ആ കണ്ണുകൾ, അവൾക്ക് എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ. അവൻ ഉമ്മറത്തേക്ക് കയറി വന്നപ്പോൾ മീരയുടെ ശ്വാസം നിലച്ചുപോയി. തങ്ങളുടെ തോട്ടത്തിൽ മണ്ണ് പുരണ്ടു നിന്ന, താൻ ആവോളം അധിക്ഷേപിച്ച, തന്റെ കാലിലെ ചെളി മാറ്റാൻ താൻ ആജ്ഞാപിച്ച അതേ രാഘവൻ. സിദ്ധാർത്ഥ് തന്റെ കണ്ണട മാറ്റി മീരയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പരിഹാസത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. മേനോൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. സിദ്ധാർത്ഥ്, ഇതാണ് എന്റെ മകൾ മീര, മേനോൻ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് മീരയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. നമസ്കാരം മീര മേഡം. ഇന്ന് രാവിലെ കൂടി എന്നെക്കൊണ്ട് ആ മുറ്റം തൂപ്പിച്ചത് നിങ്ങൾ മറന്നുപോയോ? എന്റെ വസ്ത്രത്തിലെ മണ്ണ് മണക്കുന്നു എന്ന് പറഞ്ഞ എന്നെ ആക്ഷേപിച്ചത് ഓർമ്മയുണ്ടോ? അവിടെയാകെ നിശബ്ദത പടർന്നു. മേനോൻ വിശ്വസിക്കാനാവാതെ ശേഖരൻ വർമ്മയെ നോക്കി. ശേഖരൻ, എന്താണ് ഈ പറയുന്നത്? സിദ്ധാർത്ഥ് ഞങ്ങളുടെ തോട്ടക്കാരനായിരുന്നു, ശേഖരൻ വർമ്മ ഗൗരവത്തോടെ പറഞ്ഞു. അതെ മേനോൻ, എന്റെ മകന് ഒരു വാശിയുണ്ടായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർ തന്റെ പണത്തെയാണോ അതോ ഗുണത്തെയാണോ സ്നേഹിക്കുന്നത് എന്ന് അറിയണമെന്ന്. അതുകൊണ്ട് അവൻ 2 ആഴ്ച ഇവിടെ ഒരു സാധാരണ ജോലിക്കാരനായി നിന്നു. അവൻ കണ്ടതും അനുഭവിച്ചതും ഒട്ടും നല്ല കാര്യങ്ങളല്ല.
മീരയുടെ കൈകൾ വിറച്ചു. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. താൻ സ്വപ്നം കണ്ട രാജകുമാരനെയാണ് താൻ ഇത്രയും കാലം ഒരു മൃഗത്തെ പോലെ കണക്കാക്കിയത്. അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നി. സിദ്ധാർത്ഥ് ഹാളിലെ സോഫയിലിരുന്നു. മീര, നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചപ്പോഴും ആ റോസാച്ചെടി വെട്ടിമാറ്റി എൻ്റെ തലയിൽ കുറ്റം ചുമത്തിയപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ക്രൂരത എത്രത്തോളമുണ്ടെന്ന് എനിക്ക് അളക്കണമായിരുന്നു. പണമില്ലാത്തവനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നല്ല പങ്കാളിയാകാൻ കഴിയുക? ആ സമയത്താണ് ഛായയുമായി കാവ്യ അവിടേക്ക് വന്നത്. സിദ്ധാർത്ഥിനെ കണ്ടതും അവളുടെ കയ്യിലിരുന്ന ട്രേ താഴെ വീഴാൻ പോയി. അവൾ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. രാഘവേട്ടാ, കാവ്യയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് കാവ്യയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ മുഖത്തെ ഗൗരവം മാറി. പകരം സ്നേഹമുള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാഘവൻ മാത്രമല്ല കാവ്യ, ഞാൻ സിദ്ധാർത്ഥ് വർമ്മ കൂടിയാണ്. തോട്ടക്കാരനായ രാഘവൻ തളർന്നു വീണപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നൽകി കൂടെ നിന്നവളാണ് നീ. എല്ലാവരും എന്നെ പുച്ഛിച്ചപ്പോൾ എന്നെ ഒരു മനുഷ്യനായി കണ്ട ഒരേയൊരു വ്യക്തി നീയാണ്. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾക്ക് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ കരയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. മീര പൊട്ടി കരയാൻ തുടങ്ങി. സിദ്ധാർത്ഥ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. പ്ലീസ്, നമുക്ക് ഇത് മറക്കാം. മറക്കാൻ പറ്റില്ല മീര, സിദ്ധാർത്ഥ് കടുപ്പിച്ചു പറഞ്ഞു. മനുഷ്യത്വമില്ലാത്ത സൗന്ദര്യത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. നിങ്ങൾ ചെയ്തത് അബദ്ധമല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവമാണ്. എന്നെ തോട്ടക്കാരനെന്നും പണിക്കാരനെന്നും വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന ആ അഹങ്കാരത്തെയാണ് ഞാൻ കണ്ടത്. സിദ്ധാർത്ഥ് മേനോന്റെ അടുത്തേക്ക് തിരിഞ്ഞു. അങ്കിൾ, എനിക്ക് മീരയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കാരണം അവൾക്ക് വേണ്ടത് എൻ്റെ സമ്പത്താണ്. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ വേണം. ഹാളിലുള്ളവർ ശ്വാസമടക്കി പിടിച്ചു. മീര പ്രതീക്ഷയോടെ നോക്കി. നിങ്ങളുടെ ചെറിയ മകൾ കാവ്യയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? തോട്ടക്കാരനായ രാഘവനെ സ്നേഹിച്ച കാവ്യക്ക് സിദ്ധാർത്ഥ് വർമ്മയുടെ ജീവിതം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിദ്ധാർത്ഥിന്റെ ആ ആവശ്യം കേട്ട് മീര അലറി. അത് നടക്കില്ല. അവൾ വെറും ഒരു സാധാരണക്കാരിയല്ലേ. അവൾക്ക് നിങ്ങളെപ്പോലെ ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അവൾക്ക് മനുഷ്യത്വം അറിയാം മീര. എനിക്ക് വേണ്ടത് എൻ്റെ പദവിക്കൊത്ത ഒരു രാജ്ഞിയെയല്ല, എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെയാണ്, സിദ്ധാർത്ഥ് ഉറപ്പിച്ചു പറഞ്ഞു. കാവ്യ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ വിറച്ചു നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ചെന്നു. കാവ്യ, നിനക്ക് സമ്മതമാണോ? നിന്റെ രാഘവേട്ടനായി എന്നും കൂടെയുണ്ടാകാൻ എനിക്ക് സമ്മതമാണ്. നീ എന്തു പറയുന്നു? കാവ്യ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ താൻ കണ്ട പഴയ രാഘവേട്ടന്റെ അതേ കരുണയും വിശ്വാസവുമാണ് അവൾ കണ്ടത്. അവൾ പതുക്കെ തലയാട്ടി. മീര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. തന്റെ ആഡംബര മോഹങ്ങളും അഹങ്കാരവും തന്റെ മുന്നിൽ തന്നെ തകർന്നു വീഴുന്നത് അവൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് കാവ്യയുടെ കൈ ചേർത്ത് പിടിച്ചു. നമ്മുടെ വിവാഹം അടുത്ത മാസം 10 നടക്കും. പക്ഷേ മീരയ്ക്ക് ഒരു സമ്മാനം എനിക്ക് നൽകാനുണ്ട്. അവൻ തന്റെ കയ്യിലിരുന്ന ഒരു ചെറിയ കവർ മേനോന് നൽകി. ഇത് മീരയ്ക്ക് നൽകണം. അവൾ എനിക്ക് തന്ന അടിക്കുള്ള മറുപടിയാണിത്. അതൊരു ലെറ്ററോ പണമോ ആയിരുന്നില്ല. മീര മനഃപൂർവ്വം വെട്ടിമാറ്റിയ അതേ റോസാച്ചെടിയുടെ മനോഹരമായി പൂത്തുനിൽക്കുന്ന ഒരു തൈയായിരുന്നു അത്. സ്നേഹം കൊണ്ട് എന്തിനേയും പൂപ്പിക്കാമെന്ന വലിയൊരു സത്യം ആ ചെടിയിലൂടെ അവൻ മീരയെ ഓർമ്മിപ്പിച്ചു. നന്മയുടെ പ്രകാശം പരന്ന ആ ഹാളിൽ കാവ്യയെ ചേർത്തുപിടിച്ച് സിദ്ധാർത്ഥ് വർമ്മ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് വർമ്മയുടെയും കാവ്യയുടെയും വിവാഹ നിശ്ചയം വളരെ ലളിതമായി നടന്നു. ആഡംബരങ്ങളെക്കാൾ കൂടുതൽ അവിടെ പ്രകടമായത് രണ്ട് മനസ്സുകളുടെ ആത്മബന്ധമായിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് കാവ്യയെ ആദ്യമേ ബോധിച്ചിരുന്നു. പണമില്ലാത്തവരോടും സാധാരണക്കാരോടും അവൾ കാണിക്കുന്ന കരുതൽ തങ്ങളുടെ വലിയ ബിസിനസ് കുടുംബത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ശേഖരൻ വർമ്മ വിശ്വസിച്ചു. എന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷം അപ്പോഴും കലുഷിതമായിരുന്നു. മീര തന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതായി. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന കോടീശ്വരനായ ഭർത്താവിനെയും ആഡംബര ജീവിതത്തെയും തന്റെ അനിയത്തി സ്വന്തമാക്കുന്നത് മീരയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പശ്ചാത്താപത്തേക്കാൾ കൂടുതൽ പകയായിരുന്നു അവളുടെ ഉള്ളിൽ. വിവാഹത്തിന് ഇനി 10 ദിവസങ്ങൾ മാത്രം. സിദ്ധാർത്ഥ് ഇടയ്ക്കിടെ കാവ്യയെ കാണാൻ വരുമായിരുന്നു. പക്ഷേ അവൻ വരുന്നത് തന്റെ വലിയ കാറിലായിരുന്നില്ല. മറിച്ച് കാവ്യയ്ക്ക് ഇഷ്ടപ്പെട്ട പഴയ രൂപത്തിൽ ഒരു സാധാരണ വസ്ത്രം ധരിച്ച് അവൾക്കായി പൂച്ചെടികളുമായാണ് അവൻ വന്നിരുന്നത്. എന്തിനാണ് സിദ്ധാർത്ഥ് സർ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇപ്പോൾ എല്ലാവർക്കും സത്യം അറിയാമല്ലോ, കാവ്യ ഒരിക്കൽ ചോദിച്ചു. സിദ്ധാർത്ഥ് അവളോടൊപ്പം തോട്ടത്തിലിരുന്ന് മറുപടി നൽകി. സിദ്ധാർത്ഥ് വർമ്മയായി വരുമ്പോൾ എനിക്ക് വലിയ ബിസിനസ് തിരക്കുകളാണ്. പക്ഷേ നിന്റെ രാഘവേട്ടനായി വരുമ്പോൾ എനിക്ക് മനസ്സിന് വലിയ സമാധാനമാണ്. ഈ തോട്ടവും ഈ മണ്ണും നീയുമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത്.
അവരുടെ സംഭാഷണങ്ങൾ മീര ജനാലയിലൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ദുഷ്ടബുദ്ധി ഉദിച്ചു. വിവാഹം മുടക്കാൻ അവൾ അവസാനത്തെ അടവും പയറ്റാൻ തീരുമാനിച്ചു. കാവ്യയുടെ പഴയ സഹപാഠിയായ ഒരു യുവാവിനെ സ്വാധീനിച്ച് അവനും കാവ്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ ഫോട്ടോകൾ അവൾ നിർമ്മിച്ചു. വിവാഹത്തിന് തലേ ദിവസം രാത്രി മീര രഹസ്യമായി സിദ്ധാർത്ഥിനെ കാണാൻ ചെന്നു. സിദ്ധാർത്ഥ്, നിങ്ങൾ കാവ്യയെ വിശ്വസിക്കരുത്. അവൾ പാവമാണെന്ന് നടിക്കുന്നതാണ്. അവൾക്ക് മുമ്പ് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. ഇതാ തെളിവുകൾ. അവൾ ആ ഫോട്ടോകൾ സിദ്ധാർത്ഥിന്റെ മുന്നിലേക്ക് എറിഞ്ഞു. സിദ്ധാർത്ഥ് ആ ഫോട്ടോകൾ ഓരോന്നായി എടുത്തു നോക്കി. എന്നിട്ട് അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. മീര അമ്പരന്നു പോയി. മീര, നീ ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? ഈ ഫോട്ടോയിൽ കാവ്യയുടെ കൂടെയുള്ളത് എൻ്റെ കമ്പനിയിലെ ഡിസൈനറായ രാഹുലാണ്. അവൻ കാവ്യയുടെ കസിൻ കൂടിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. നീ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഈ ചിത്രങ്ങൾ കൊണ്ട് എൻ്റെ സ്നേഹത്തെ തകർക്കാൻ നിനക്കാവില്ല. നിന്റെ ഈ വില കുറഞ്ഞ തന്ത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് മീര തകർന്നു പോയി. അവളുടെ അവസാനത്തെ അടവും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഈ കല്യാണത്തിന് നിന്നെ ഞാൻ ക്ഷണിക്കുന്നില്ല. നിന്റെ ഈ മനസ്സ് മാറ്റാതെ നീ ഈ വീട്ടിൽ വരുന്നത് എൻ്റെ കാവ്യക്ക് ദോഷമാണ്, സിദ്ധാർത്ഥ് കർശനമായി പറഞ്ഞു. വിവാഹ ദിവസം വന്നെത്തി. നഗരത്തിലെ വലിയൊരു ഓഡിറ്റോറിയം പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. ലളിതമായ ഒരു കസവ് സാരി ധരിച്ച് അധികം ആഭരണങ്ങളില്ലാതെ കാവ്യ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് ഒരു ദൈവികമായ തിളക്കമുണ്ടായിരുന്നു. അർജുൻ വർമ്മ എന്ന ബിസിനസ് ടൈക്കൂൺ തന്റെ പ്രിയപ്പെട്ടവളെ വരവേൽക്കാൻ ആത്മവിശ്വാസത്തോടെ നിന്നു. താലി കെട്ടുന്ന നിമിഷം മേനോന്റെ കണ്ണു നിറഞ്ഞു. തന്റെ മൂത്തമകൾ അഹങ്കാരം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് എത്ര വലിയ ഭാഗ്യമായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തു. അതേസമയം സദസ്സിന്റെ ഒരറ്റത്ത് ആരും കാണാതെ മീര നിൽക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആദരവും പദവിയും അനിയത്തിക്ക് ലഭിക്കുന്നത് അവൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നടന്ന വിരുന്നിൽ സിദ്ധാർത്ഥ മൈക്ക് കയ്യിലെടുത്തു. എല്ലാവരും അവൻ എന്തു പറയുമെന്ന് ആകാംക്ഷയോടെ കാത്തുനിന്നു. പലരും എന്നോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ കാവ്യയെ തിരഞ്ഞെടുത്തതെന്ന്. രൂപത്തിനോ പണത്തിനോ ഒരു കാലത്തും തകർക്കാൻ കഴിയാത്ത ഒന്നാണ് സ്വഭാവം. ഒരു തോട്ടക്കാരനായി ആ വീട്ടിൽ നിന്നപ്പോൾ എന്നെ ഒരു മനുഷ്യനായി കണ്ട ഒരേയൊരു വ്യക്തി ഇവളാണ്. ചെളിപുരണ്ട എന്റെ കൈകളിൽ സ്നേഹത്തോടെ തൊട്ട ഇവൾക്ക് എന്റെ ജീവിതം നൽകുന്നത് എനിക്ക് അഭിമാനമാണ്. സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ കയ്യടികളിൽ മീരയുടെ കാതുകളിൽ ഈയമുരുക്കി ഒഴിക്കുന്നത് പോലെ തോന്നി. അവൾ പതുക്കെ പുറത്തേക്ക് നടന്നു. അവിടെ പാർക്കിംഗ് ഏരിയയിൽ സിദ്ധാർത്ഥിന്റെ ആഡംബര കാറുകൾ നിരനിരയായി കിടക്കുന്നു. അവൾ വീട്ടിലേക്ക് തിരികെ പോയി. വീടാകെ ശൂന്യമായിരുന്നു. കാവ്യയും അച്ഛനും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. ആ വലിയ ബംഗ്ലാവിൽ മീര ഒറ്റക്കായി. വർഷങ്ങൾ കടന്നുപോയി. സിദ്ധാർത്ഥിന്റെയും കാവ്യയുടെയും ജീവിതം സ്നേഹം കൊണ്ട് നിറഞ്ഞു. കാവ്യ സിദ്ധാർത്ഥിന്റെ സഹായത്തോടെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു കൃഷിപാഠശാലയും വിദ്യാലയവും തുടങ്ങി. മണ്ണിൽ പണിയെടുക്കുന്നതിന്റെ മഹത്വം അവൾ തലമുറകൾക്ക് പകർന്നു നൽകി. ഒരു വൈകുന്നേരം തങ്ങളുടെ വീടിന്റെ തോട്ടത്തിൽ സിദ്ധാർത്ഥും കാവ്യയും മകനോടൊപ്പം കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റിനരികിൽ വിളറിയ മുഖത്തോടെ ഒരാൾ നിൽക്കുന്നത് അവർ കണ്ടത്. അത് മീരയായിരുന്നു. അവളുടെ പഴയ പ്രതാപവും അഹങ്കാരവും അസ്തമിച്ചിരിക്കുന്നു. വിവാഹങ്ങൾ പലതും ആലോചിച്ചെങ്കിലും മീരയുടെ സ്വഭാവം അറിഞ്ഞവർ ആരും അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവൾ ഒറ്റപ്പെട്ടിരുന്നു. കാവ്യ ഓടിച്ചെന്ന് മീരയുടെ കൈ പിടിച്ചു. ചേച്ചി, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. മീര പൊട്ടിക്കരഞ്ഞുപോയി. മോളെ കാവ്യ, എന്നോട് ക്ഷമിക്കൂ. പണമാണ് വലുതെന്ന് കരുതി ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചു. ഇന്ന് എൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ല. നിന്റെ ആ തോട്ടക്കാരൻ രാഘവൻ തന്ന ഈ പാഠം ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വന്നു. കഴിഞ്ഞത് കഴിഞ്ഞു മീര. പണം കൊണ്ട് നേടാൻ കഴിയാത്തത് സ്നേഹം കൊണ്ട് നേടാമെന്ന് നീ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അത് തന്നെയാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയം. അന്ന് വൈകുന്നേരം അവർ മൂവരും ചേർന്ന് തോട്ടത്തിൽ ഒരു പുതിയ തൈ നട്ടു. അഹങ്കാരം വെടിഞ്ഞ മീരയുടെ കണ്ണുകളിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണീർ ആ മണ്ണിൽ വീണപ്പോൾ അവിടെ ഒരു പുതിയ ജീവിതം മുളപൊട്ടുകയായിരുന്നു. മണ്ണറിഞ്ഞ ആ തോട്ടക്കാരന്റെയും അവനെ സ്നേഹിച്ച പെൺകുട്ടിയുടെയും കഥ ഇവിടെ അവസാനിച്ചില്ല. അത് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകി. മനുഷ്യനെ മനുഷ്യനായി കാണുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയൂ. പ്രിയമുള്ളവരെ, പണവും പദവിയും കൊണ്ട് അളക്കാൻ കഴിയുന്നതല്ല ഒരു മനുഷ്യന്റെ മൂല്യമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരത്തിന്റെ ഗോപുരത്തിലിരുന്ന മീരയ്ക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്നവന്റെ വിയർപ്പിനും മനസ്സിനും വില നൽകിയ കാവ്യയ്ക്ക് ലഭിച്ചത് പകരം വെക്കാനില്ലാത്ത സ്നേഹവും അംഗീകാരവുമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ ആരായാലും അവർ ചെയ്യുന്ന ജോലി എന്തു തന്നെയായാലും
അവരെ ഒരു മനുഷ്യനായി കാണാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. കാരണം വേഷങ്ങൾക്കും പണത്തിനും അപ്പുറം ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്. സിദ്ധാർത്ഥിന്റെയും കാവ്യയുടെയും ഈ കഥ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രം: നന്മയുള്ള മനസ്സിനെ ദൈവം ഒരിക്കലും കൈവിടില്ല. സൗന്ദര്യം കണ്ണുകളെ ആകർഷിക്കും, പക്ഷേ നല്ല സ്വഭാവം ഹൃദയങ്ങളെ കീഴടക്കും. മനുഷ്യത്വം കൈമുതലാക്കുക, ജീവിതം തനിയെ പൂത്തുലയും. നന്മ ജയിക്കുന്ന ഈ കൊച്ചുകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് വലിയ വിലയുള്ളതാണ്. താങ്ക് യു.